ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്തുതന്നെയായാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ശ്രീ അരുൺകുമാർ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്നാണ്. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് ശ്രീ അരുൺകുമാർ പറയുന്നു. അത് വഴിയേ അറിഞ്ഞോളൂ. ഇപ്പൊ നാളെ കേരളത്തിലെ ഓന്തുകളെല്ലാം കൂടി കൂട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. കാരണം ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന പാർട്ടിയായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഓന്ത് നിറം മാറുമ്പോൾ ഏറ്റവും കുറഞ്ഞ അതിന്റെ വാലിലെങ്കിലും നിറത്തിനിച്ചിട്ട് മാറ്റണം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരെ ഉൾട്ടയായിട്ടിരിക്കുകയാണ്. ഈ NEP-യുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ, അതോടൊപ്പം തന്നെ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഇവരുടെ മുൻ വാദങ്ങളും മുൻ വാഗ്വാദങ്ങളും മുൻ നിലപാടുകളും ഒക്കെ ഒന്ന് പരിശോധിക്കണം. എന്തിനാണ് ഇത്ര കാലം ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് തടഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് വളരെ മോശപ്പെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അപ്ലൈ ചെയ്താൽ എന്താണ് പ്രശ്നം? ഇവർ ആരെയാണ് പേടിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. അതിന്റെ MOU-ലെ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് പെർ NCERT as far as possible എന്നാണ്. അത് പറഞ്ഞാൽ NCERT ഉപയോഗിച്ച് തന്നെ NCERT സിലബസിന് പ്രകാരം തന്നെയായിരിക്കും കേരളത്തിലെ ഈ 336 സ്കൂളുകളിലെയും സിലബസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അരുൺകുമാറിന് ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ ഒരു സംശയം വേണ്ട. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഏതൊരു സംസ്ഥാനത്തിലെ മുഴുവൻ സിലബസും പ്രിപ്പയർ ചെയ്യുന്നത് NCERT സിലബസ് പ്രകാരം തന്നെയായിരിക്കും. ഒരു സംശയമായ കാര്യത്തിൽ വേണ്ട. പിന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമാധാനമായ